പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും പാട്ടുപാടുവാനും കർത്താവ് എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രത്യാശ വർഷിപ്പിക്കുന്ന ഒരു പഴയ പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കുരിശ് മരണത്തോടുള്ള അനുബന്ധിച്ചുള്ള ഒരു പാട്ടാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിലത് ഹല്ലേലൂയ. ഓരോ ദിവസവും ആ കുരിശ് മരണം ഓർക്കുവാനും ഹല്ലേലൂയ അത് നമ്മൾ നന്ദിയോടെയാണല്ലോ ഓർക്കുന്നത്. കാരണം എനിക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. അതിന് പകരമായി ഹല്ലേലൂയ ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്നേഹിപ്പാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും പ്രയോജനപ്പെടുവാനും ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും ഓരോ ദിവസവും ഹല്ലേലൂയ കർത്താവ് സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹത്തിനെ അറിയിച്ചുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നു. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നെ സുരക്ഷകനെ, എന്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ, നിനക്കായി ഞാനെന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഈഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നെ സുരക്ഷകനെ, എന്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ, വിടുതൽ നീ നൽകിയല്ലോ, അരികിൽ നീ ചേർത്തുവല്ലോ. വിടുതൽ നീ നൽകിയല്ലോ, അരികിൽ നീ ചേർത്തുവല്ലോ. മകളായി നീ എന്നെ മാറ്റി, അധരം നിന്നെ സ്തുതിക്കാൻ. മകളായി എന്നെ മാറ്റി, അധരം നിന്നെ സ്തുതിക്കാൻ. നിനക്കായി ഞാനെന്ത് നൽകും, എനിക്കായി തകർന്ന നാഥ. ഈഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. ദൈവസ്നേഹം പകർന്നു തന്നു, സ്വർഗവാതിൽ തുറന്നു തന്നു. ദൈവസ്നേഹം പകർന്നു തന്നു, സ്വർഗവാതിൽ തുറന്നു തന്നു. നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. നിനക്കായി ഞാനെന്ത് നൽകും, എനിക്കായി തകർന്ന നാഥ. ഈഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നെ സുരക്ഷകനെ, എന്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ, നിനക്കായി ഞാനെന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഈഹത്തിൽ ഞാൻ വേല ചെയ്തു
അണയും നിൻ സന്നിധിയിൽ. നിനക്കായി ഞാനെന്ത് നൽകും, എനിക്കായി തകർന്ന നാഥാ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു, അണയും നിൻ സന്നിധിയിൽ. Praise the Lord. Amen. Thank you. God bless you. Thank you for beautiful song. Hallelujah. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം. അല്ലെങ്കിൽ ജോയിൻ കർത്താവിന്റെ ആശയത്തിനെ സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വപ്പെടുത്തി അനുഗ്രഹ സമൃദ്ധിയും എല്ലാവരുടെ മേലും പകർന്ന പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാടിയായി തീർന്നതിന് നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് നമ്മുടെ മകൾക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദാസിയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോന്റെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ നാം കാത്തിരിക്കും. ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണ വിടുതൽ ദൈവം വിടുവിച്ച പൂർണ്ണ വിടുതൽ, അല്പമായി വിടുതലല്ല, പൂർണ്ണ വിടുതൽ. വൈകുന്നേരം സൂക്ഷിക്കാൻ കർത്താവിന് വലിയപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കലോമാ സ്ഥിതിയിൽ നിന്ന് ആദ്യകൂടെ സ്നേഹത്തോടും കൂടെ ഒക്കലോമാ പ്രളയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം നമ്മെ സഹായിച്ച കർത്താവ് തിരുവചന ശുശ്രൂഷയിൽ കൂടെയും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 118 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. 118 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ ഭവിക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. വചനം ഐശ്വര്യമായി ഏഴയുടെ ബുദ്ധിയിലും ഓർമ്മയിലും അധരത്തിലും നൽകണമേ. അത് ദൈവമക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. തിരുനാമം മാത്രം ഉയർത്തപ്പെടുവാൻ കാരണമാക്കണമേ. ദുഷ്ടശക്തികളെ ഭത്സിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. 118 സങ്കീർത്തനം ഒരു ലിറ്റർജിക്കൽ സാമാണ്. ആരാധനാക്രമത്തിൽ, യഹൂദന്മാരുടെ ആരാധനാക്രമത്തിലുള്ളതായ ഒരു സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. ഇതിനെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെതായിട്ടുള്ള പ്രവചന പശ്ചാത്തലവുമുണ്ട്. ഇത് ആഴമായി നാം പഠിക്കുന്ന സന്ദർഭത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ്കറ്റോളജി, യുഗാന്ത്യ സംഭവങ്ങളെ പറ്റി
ഈ സങ്കീർത്തനത്തിൽ പ്രാവചനികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വായിക്കപ്പെട്ട വേദഭാഗങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചത് വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സന്ധ്യയെങ്കിലെ ദൈവവചന പഠനം അവസാനിപ്പിക്കണമെന്നാണ് ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്രയേൽ മക്കൾ അവരുടെ പെസഹ പെരുന്നാളിൽ അവർ സാധാരണയായി പാടുന്ന സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. അവർ പാടുമ്പോൾ ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടുള്ളതായ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദയയെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായി ഇസ്രായേൽ മക്കൾ പറയണം ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളത്. രണ്ടാമതായി അഹരോൻ ഗ്രഹം പറയണം ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളത്. അഹരോൻ ഗ്രഹം എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ്ഹുഡ്, കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർ. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നാം കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗമാകിയാൽ നാം ഇതിനകത്തെ ഉൾപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരെയും ഒഴിച്ച് നിർത്തിയിട്ടല്ല ഇവിടെ നമുക്കിത് കാണും. ദൈവത്തിന്റെ ദയയെ പറ്റി വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഈ 3 വാക്യങ്ങൾ തന്നെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദയയുടെ ആഴത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 118 സങ്കീർത്തനത്തിൽ തന്നെ ദൈവത്തിന്റെ ദയയുടെ ആഴത്തെ നാം വായിച്ച വാദഭാഗങ്ങളിൽ നിന്ന് താഴോട്ട് വായിക്കുന്നതായ സന്ദർഭത്തിൽ ഈ വേദഭാഗങ്ങളിൽ തന്നെ വായിച്ച വേദഭാഗങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും. ഒരു പാപിയെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവിനെയാണ് ഈ സങ്കീർത്തനത്തിന്റെ 2ാം ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നത്. ആ ഭാഗം നാം വായിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നാം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദയയെ വർണ്ണിക്കുവാൻ തക്കവണ്ണം വിളിച്ചവരാണ് എന്നുള്ള ആ വാസ്തവമായ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ. അത് ഒരു പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. അഹരോൻ ഗൃഹം പറയട്ടെ, യഹോവ ഭക്തർ പറയട്ടെ, ഹല്ലേലൂയ. യഹോവയാം ദൈവത്തിനെ, ദൈവത്തിന്റെ ദയയെ പറ്റി ഒരു ഡിക്ലറേഷൻ ദൈവ മക്കളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ പിന്മാറ്റത്തിന്റെ ഒരു ഘട്ടം, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഒരു റീസൺ നാം പഠിക്കുമ്പോൾ യഹോവയുടെ ദയയെ അവർ മറന്നുപോയി എന്നുള്ളതാണ്. ഹല്ലേലൂയ. കുറഞ്ഞ പക്ഷം അവരുടെ പെസഹ പെരുന്നാളിൽ ആണ്ടിൽ ഒരിക്കലെങ്കിലും 118 സങ്കീർത്തനം അവർ മനഃപ്പാഠമായി ഉച്ചരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് അവരുടെ ആരാധനയിലുള്ളതാണ് എങ്കിൽ തന്നെയും ദൈവത്തിന്റെ ദയയെ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് അവർ ജാതികളെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ശേഷം ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്നൊക്കെയും പറഞ്ഞ് ജാതികളെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ദൈവത്തിന്റെ ദയയെ മറന്നുപോയത് കൊണ്ടാണ്. നാം ദൈവമക്കളായി ഇരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ പ്രഭാതത്തിലും സന്ധ്യയെങ്കിലും കുറഞ്ഞ പക്ഷം
ദൈവത്തിന്റെ ദയയെ നാം ഓർക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസ ജീവിതം ഭയഭക്തിയോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആർക്കാണ് ദൈവത്തിന്റെ ദയയെ പറ്റി ഘോഷിക്കുവാൻ സാധിക്കുന്നത്? ദൈവത്തിന്റെ ദയയെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞവർക്കാണ് ദൈവത്തിന്റെ ദയയെ പറ്റി ഘോഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇതൊരു ഘോഷ സങ്കീർത്തനമാണ്. ഇസ്രായേൽ മക്കൾ പ്രധാനമായി പെസഹ പെരുന്നാളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് കടന്നു വന്നിട്ട് യെരുശലേമിലെ വാതിലുകളിൽ കൂടെ ആലയക്കുന്നിലേക്ക് കടക്കുന്നതായ സന്ദർഭത്തിൽ അവർ പാടുന്ന പാട്ട്, ഈ പാട്ട് പാടിക്കൊണ്ടാണ് അതിന്റെ 19-ാം വാക്യത്തിൽ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദന്മാർ ആലയത്തിനകത്തേക്ക് കടന്നിട്ട് പെസഹ പെരുന്നാൾ ആചരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് രാത്രിയിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതിയുടെ വാതിലായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെടുകയും ഒരു ജീവനുള്ള പുതുവഴി നമുക്ക് തുറന്നു വരികയും ചെയ്തതിനാൽ സ്വർഗാദി സ്വർഗങ്ങളോളം ചെന്നിട്ട് ഹല്ലേലൂയ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ദയ കാണിച്ചു. അവിടുത്തെ മഹാദയയെ ഒരിക്കലും നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നാം അഹങ്കാരികളാകാതെ താഴ്മയുള്ളവരായി ദൈവത്തിന്റെ ദയയെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. നാം യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ ദയ, ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദയ, ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവിന്റെ ദയ. അതുകൊണ്ടാണ് ദൈവമക്കളാകുന്ന നാം സ്തോത്രം 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 എന്ന് കൂടെ കൂടെ ഉരുവിടുന്നത്. ഹല്ലേലൂയ. എന്ത് വന്നാലും സ്തോത്രം എന്ന് പറയും. അത് ദൈവത്തിന്റെ ദയയെ ഘോഷിക്കുന്നവരാണ്. അങ്ങനെ നല്ലൊരു ഹൃദയം കർത്താവ് നമുക്ക് തന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ പൊന്നു നാമത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെസഹ പെരുന്നാളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പർ റൂമിൽ ശിഷ്യന്മാരുമായിട്ട് ആ പെസഹ ആചരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പാടി എന്ന് 3 സുവിശേഷങ്ങളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവർ 3 പേരും പ്രത്യേകം പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷം 13-ലാണോ 14-ലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് അവർ പാട്ടുപാടി സ്തോത്രം ചെയ്തു. അതിന് ശേഷമാണ് ഒലിവ് മലയിലേക്ക് പോയത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ പാട്ടുപാടി സ്തോത്രം ചെയ്ത പാട്ട് 118-ാം സങ്കീർത്തനമാണ് എന്നാണ് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഈ പാട്ട് പാടുവാനുള്ള കാരണം ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേൽ മക്കൾ അവരുടെ ഞെരുക്കത്തിൽ യഹോവയോടെ മിസ്രയീമിൽ വെച്ച് നിലവിളിക്കുകയും ദൈവം അവരെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണല്ലോ ആദ്യമായി പെസഹ പെരുന്നാൾ ആചരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ 118-ാം സങ്കീർത്തനം അവർ ആലപിക്കുന്നതായ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി കുരളറുക്കപ്പെട്ട ഹല്ലേലൂയ ഈജിപ്തിൽ വെച്ച് ഹല്ലേലൂയ രക്തം ചൊരിച്ച കുഞ്ഞാടിനെ അവർ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ കാൽവറിയിൽ നമുക്ക് വേണ്ടി കുരുളറുക്കപ്പെട്ടതായ, 3 ആണിമേൽ തൂക്കപ്പെട്ടതായ, അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടതായ, ഹല്ലേലൂയ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവിടുത്തെ വലിയ രക്ഷയെ ഹല്ലേലൂയ 20-ാം 21 വാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ ഹല്ലേലൂയ യഹോവയുടെ വാതിലാകുന്ന ക്രിസ്തുവിനെ ഒരിക്കലും നാം മറന്നു പോകരുത്.
ഈ പാട്ട് പാടിയതിന് ശേഷമാണ് സങ്കീർത്തനത്തിൽ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിലേക്ക് പോയത്. ശിഷ്യന്മാരുമായി ഒലിവ് മലയിലേക്ക് പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഒലിവ് മലയിൽ നിന്ന് പടിഞ്ഞാറുള്ളതായ കുത്തനെ ഇറക്കത്തിൽ കർത്താവ് ഇറങ്ങുന്നതായ സന്ദർഭത്തിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ, ഈസ്റ്റിലാണ് ഒലിവ് മല, വെസ്റ്റിലാണ് യെരുശലേം. ഈസ്റ്റിൽ നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാട്ടാണ് കർത്താവ് വരുന്നത്. കർത്താവെ വരുന്നതായ സന്ദർഭത്തിൽ അതിന്റെ വലത്തു ഭാഗത്തുള്ളതായ ഗദസമന തോട്ടത്തിലേക്ക്, ആ കുത്തനെയുള്ള ഇറക്കത്തിന്റെ വലത്തു ഭാഗത്തേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. കർത്താവ് ഇറങ്ങിച്ചെന്നിട്ട് അവിടെയാണ് കർത്താവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ശിഷ്യന്മാർ ഉറക്കത്തിൽ ക്ഷീണിതരായി പോയി. കൂടെ വിളിച്ചതായ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെയും ഹല്ലേലൂയ ഉറങ്ങിപ്പോയി. ഒരു നാഴിക പോലും കർത്താവിനോട് കൂടെ പ്രാർത്ഥിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവേ ഹല്ലേലൂയ, മാനവജാതിയുടെ പാപത്തിന്റെ പാനപാത്രം അവിടെ കുടിച്ച് അവിടുത്തെ രക്തം വിയർപ്പ് തുള്ളിക പോലെ ആയി തീർന്ന് അവിടെ വെച്ചാണ് യൂദ നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അതിനുശേഷം അവിടെ നിന്നാണ് ഹല്ലേലൂയ പടയാളികൾ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഹെരോദാവേ, കയ്യോഫാവേ, പീലാത്തോസേ, അതുപോലെ തന്നെ മഹാപുരോഹിതന്മാരായ ഹല്ലേലൂയ ഹന്നാവേ, ഇവരുടെയൊക്കെയും അടുക്കലേക്ക് കൊണ്ടുപോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും കർത്താവിന്റെ ദയയെ കാണുവാൻ സാധിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ലയോ കർത്താവ് ഈ യാതന അനുഭവിച്ചത് എന്ന് നാം ഓർത്ത് കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ചുവല്ലോ 20-20 വാക്യത്തിൽ യഹോവയുടെ വാതിലിൽ തന്നെ നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. ഹല്ലേലൂയ സ്തോത്രം. 19 വാക്യം, നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്നും ഗദസമന തോട്ടത്തിലേക്ക് കടന്നതായ സന്ദർഭത്തിൽ കടക്കുവാൻ കഴിയാതെ വണ്ണം ഊരിപ്പിടിച്ച വാളുമായി ഹല്ലേലൂയ മാലാഖമാര്, കെരൂബുകള് മിന്നുന്ന വാളുമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദാമിനെ പുറത്തു തള്ളി വാതിൽ അടച്ചിരിക്കുകയാണ്. എന്നാൽ ആ പഴയ പാമ്പായ സാത്താൻ അവിടെ കിടന്ന് വിലസിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തലയെ തകർക്കണമെങ്കിൽ കർത്താവ് ഈ ഒലിവ് മലയിലുള്ളതായ ആ ഭാഗത്തുള്ളതായ അതിന്റെ വലത്തു ഭാഗത്തുള്ളതായ ഗദസമന തോട്ടത്തിൽ കയറി നമ്മുടെ പാപങ്ങളെ വഹിച്ചു പഴയ പാമ്പായ സാത്താനെ പിടിച്ചു കെട്ടി ഹല്ലേലൂയ നമുക്കൊരു വലിയ രക്ഷ തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വാതിലിനെ പറ്റിയൊക്കെയാണ് പ്രാവചനികമായി സക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 5-6 വാക്യങ്ങൾ നാം വായിക്കുന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരം അരുളി, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പഴിക്കുന്നവരെ കണ്ട് രസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രാവചനികമായും അതുപോലെ തന്നെ ചരിത്രപരമായും അനേക കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിലത് മാത്രം ഞാൻ ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ചരിത്രപരമായി ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിച്ചത് ഈജിപ്തിൽ നിന്നുള്ളതായ രക്ഷ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലൊക്കെ അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരെ ഓർത്തു, ദൈവം അറിഞ്ഞു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഭൂമിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവ പൈതലെ, നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമെന്നല്ലേ ഈ വേദവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ നിലവിളി ചെല്ലുന്നുവെങ്കിൽ
ഉത്തരം നൽകും നിശ്ചയം തന്നെ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലത്തക്കവണ്ണം ഉള്ളതായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയെ ഭർത്തിച്ചുകൊണ്ട് അതിനെ കടന്ന് ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലത്തക്കവണ്ണം ഉള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. ബലാത്കാരികളാണ് സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നത്. അതിന്റെ ആത്മീയ അർത്ഥം അനേകമുണ്ടെങ്കിൽ തന്നെയും അതിന്റെ പരമപ്രധാനമായ അർത്ഥം നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒക്കെയും നമ്മെ തടയുന്നതായ സ്വർലോകത്തിലെ ദുഷ്ടാത്മ ശക്തികളുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞതുപോലെ തന്നെ. എന്നാൽ ബലാത്കാരികൾ എന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ജൽപ്പനം ചെയ്ത് വെറുതെ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. ആത്മാവിൽ അകത്തെ കണ്ണ് തുറന്ന് വിശ്വാസത്തോടുകൂടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളെ വിഭജിച്ച് നമ്മുടെ പ്രാർത്ഥന സ്വർഗസ്ഥലത്തിൽ എത്തണം. ഹല്ലേലൂയ. ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം ആകാശമണ്ഡലങ്ങളിലുള്ള ദുഷ്ടസേനയെ കീറി അവരുടെ ഉത്തരത്തിനായി ഇറങ്ങി വരണമെന്നാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗസ്ഥലത്തെ കേൾക്കുവാൻ കഴിയാതെ വണ്ണം സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന തടയും. അതിന്റെ കാരണങ്ങൾ പലതാണ്. നമ്മുടെ പ്രാർത്ഥനയിലെ ഹല്ലേലൂയ ഏകാഗ്രത കുറവുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയിലെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവ വിശ്വാസ കുറവുണ്ട്. നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലോക കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ച് കർത്താവേ എന്നുള്ളതായ ആ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ആകാശത്തിലെ ദുഷ്ടാത്മസേനയെ കീറി മുറിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദാനിയേൽ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഉത്തരം ലഭിക്കുന്നത് വരെയും ദൈവസന്നിധി എന്ന് കരഞ്ഞപ്പോൾ പാർത്തിപ്രഭുവിനെ തകർത്ത് ദാനിയേലിന് ഉത്തരം നൽകിയതുപോലെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചോ നിരന്തരമായി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മശക്തികൾ തകരുകയും ഹല്ലേലൂയ ബലാത്കാരേണ സ്വർഗരാജ്യത്തിൽ സാത്താന്യ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ഇവിടെ എന്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൂത സഞ്ചയമുണ്ട്. കർത്താവ് പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അവന്റെ മുഖം കാണുന്ന അവരുടെ ദൂതന്മാർ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. എളിയവരെ പറ്റി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളോടെ മല്ലിടുന്നതായ ദൂതസഞ്ചയത്തെ കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ദൂതസഞ്ചയത്തിന് ബലം ലഭിക്കുന്നത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമുക്ക് ആ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൂതസഞ്ചയത്തിന് ബലം ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയും വിശ്വാസവും ഭക്തിയും നിർമ്മലതയും കൊണ്ട് നാം കർത്താവിനോട് പറ്റിച്ചേർന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതസഞ്ചയങ്ങൾ സാത്താന്യ ശക്തികളെ തകർക്കുകയും ആകാശം പുലരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ആകാശം പുലരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവിൽ, ഉറക്കത്തിലല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആ 2 പ്രാർത്ഥനയ്ക്കും കർത്താവെ ഉടൻ തന്നെ റൈറ്റ് അവേ ഉത്തരം തന്നു. മിനിറ്റുകൾക്കകം ഉത്തരം തന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനയുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് എന്നെ പറ്റി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടശക്തികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഞെരുക്കത്തിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ഉത്തരം അരുളും. ഹല്ലേലൂയ. ഹിസ്കിയാവിനെ പറ്റി, ദാവീദിനെ പറ്റിയൊക്കെയും ചരിത്രത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ ഒരു പ്രവചന അർത്ഥമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് മാത്രമല്ല, ഇസ്രയേൽ മക്കളെ ശത്രുക്കളൊക്കെ ആക്രമിക്കുമ്പോൾ അവർ ഈ സങ്കീർത്തനം വായിക്കുകയും ഹല്ലേലൂയ ഈ വേദവാക്യം ഉരുവിടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി എന്നുള്ളതായ ഈ സാക്ഷ്യം അവർ ഉരുവിട്ട് പ്രാർത്ഥിക്കുക പതിവാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉരുവിടാവുന്ന ഒരു വാക്യമാണ്. ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ്. ഇനിയും ഉണ്ടാകുവാൻ പോകുന്നതായ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾക്ക് 1948 അവരുടെ രാജ്യം മടക്കി കിട്ടി. അതിനുശേഷം അനേക യുദ്ധങ്ങൾ നടന്നു. ആദ്യകാലങ്ങളിലുള്ളതായ യുദ്ധങ്ങളിലൊക്കെ ഇന്ന് അവർക്കുള്ളതുപോലെയുള്ള ശക്തി ഇല്ലായിരുന്നു. അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നുള്ളതായ വിടുതലാണ് അവർ പ്രാപിച്ചത് എന്നുള്ളതായ സാക്ഷ്യം അവർ തന്നെ പറയുന്നത് പലപ്പോഴും നമുക്ക് അവരുടെ ഹിസ്റ്റോറിക്കൽ ബുക്സ് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. പ്രാവചനികമായി ഇനിയും വരുവാനുള്ള ആ യുദ്ധത്തിൽ യെഹെസ്കേൽ 38-39 വരുവാനുള്ള ആ യുദ്ധത്തിൽ ഇസ്രായേൽ നിലവിളിക്കുന്നതായ സന്ദർഭത്തിൽ കർത്താവ് കൽമഴയെ അയക്കും, കർത്താവ് ഭൂകമ്പത്തെ അയക്കും, കർത്താവ് സുനാമി അയക്കും, കർത്താവ് ഇടിയും മിന്നലും അയക്കും. കർത്താവെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ 8-9 വാക്യങ്ങൾ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇസ്രായേൽ മക്കളെ യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ യഹോവയായ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചു എങ്കിൽ തന്നെയും ഹല്ലേലൂയ വീണ്ടും അവർ ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തുവുമായിട്ട് ഒരു ട്രീറ്റി ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. പ്രാവചനികമായി ഒരു ഉടമ്പടി ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? റഷ്യയുടെ ശക്തി തകർന്നുപോയി, ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ തകർന്നുപോയി, ഇസ്ലാം ശക്തികൾ തകർന്നുപോയി. പിന്നെ ഉയർന്നു വരുന്ന യൂറോപ്യൻ ശക്തിയിൽ, നേറ്റോ ശക്തിയിൽ, ആ ശക്തിയുടെ നേതാവ് ഇരിക്കുന്ന യേശുക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്താൽ അവർക്ക് പിന്നെ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതായ ലോകപ്രകാരമുള്ള ബുദ്ധിയിൽ ആണ് അവർ യേശുക്രിസ്തുവുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ പോകുന്നത്. പലപ്പോഴും നമ്മളും അങ്ങനെയൊക്കെ അല്ലേ? ഇതൊക്കെയും നമ്മൾ പ്രസംഗിക്കും, ഇതൊക്കെയും നമ്മൾ പഠിപ്പിക്കും. എന്നാൽ ഒരാവശ്യം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലോകക്കാരിലല്ലേ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്? പീഡനത്തിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ ഒക്കെ നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകുമ്പോൾ പഴയ നിയമകാലത്തെ ഹല്ലേലൂയ സ്തോത്രം, പഴയ കാലത്തെ ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ടിലൊക്കെയും അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയത്. അപ്പോഴാണ് പത്രോസിനെ വിടുവിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് പകരം ഇക്കാലത്തായിരുന്നുവെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ഹെരോദാവിനെ പോക്കറ്റിലാക്കാൻ നോക്കിയേനെ. ഹെരോദാവിനെ പോക്കറ്റിലാക്കി ഹെരോദാവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പത്രോസിനെ വിടുവിക്കുവാൻ നോക്കിയേനെ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഉള്ളത് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെയാണ് അന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് തൻ്റെതായിട്ടുള്ളതായ റോമൻ പൗരത്വം ഒക്കെ പറഞ്ഞ്, ഞാൻ റോമ പൗരനാണ് എന്നൊക്കെ പറഞ്ഞ് മല്ലടിച്ച് രക്ഷപ്പെടാനൊന്നും ശ്രമിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പകരം
മനുഷ്യ ശക്തികളിൽ ആശ്രയിച്ച് ദൈവസഭയ്ക്ക് ഒരു വിടുതൽ ലഭിക്കാനാണ് നോക്കുന്നത്. ലോകജ്ഞാനികളിലെ ഭരണതന്ത്രജ്ഞന്മാരിലൊക്കെ മത നേതാക്കന്മാർ, നമ്മുടെ സഭാ നേതാക്കന്മാർ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്ന വാക്യം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇസ്രായേൽ മക്കളുടെ ഒരു മാനസാന്തരത്തിന്റെ വാക്കുകളാണ് പ്രാവചനികമായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ എതിർക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, അവർക്ക് എതിർക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഇനി ആരെയും ഭയപ്പെടാനില്ല എന്നുള്ള ചിന്തയിൽ എതിർക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം ഹല്ലേലൂയ അവർ മുമ്പോട്ട് പോകുമ്പോൾ ആണ് എതിർക്രിസ്തു തന്നെ അവർക്കെതിരായി കടന്നു വരുന്നു. എതിർക്രിസ്തു അതാണ് സകല ജാതികളും ഹല്ലേലൂയ ഞങ്ങളെ ചുറ്റി വളഞ്ഞു എന്നൊക്കെയും പറയുന്നത് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിലും യോബേൽ പ്രവചനത്തിലും ഒക്കെ കാണുന്നത് പോലെ സകല ജാതികളും എതിർക്രിസ്തുവിനോട് കൂടി ഇസ്രായേൽ മക്കളെ ചുറ്റി വളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് അവർ മാനസാന്തരപ്പെടുകയും അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് 8-9 വാക്യങ്ങളിൽ കാണുന്നത് പോലെ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് പലരും കർത്തൃത്വം ചെയ്തു പോയി, അനേക കർത്താക്കന്മാരിൽ ഞങ്ങൾ ആശ്രയിച്ചു പോയി എന്നൊക്കെ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ധനത്തിലല്ല, നമ്മുടെ ആരോഗ്യത്തിലല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലല്ല, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ പ്രതാപത്തിലല്ല, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിലും അവിടുത്തെ ആത്മാവിലും അവിടുത്തെ നാമത്തിലും വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്തുകൊണ്ട് ദുഷ്ടാത്മ ശക്തിയുടെ മേൽ കർത്തൃത്വം നടത്തി ഒരു ജയജീവിതം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരെ ഛേദിച്ച് കളയുന്ന കാര്യം സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിലെ പ്രാവചനികമായി എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ അവസാനത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർ എന്നെ വളഞ്ഞു. 13-ാം വാക്യത്തിലെ ആ ഭാഷാന്തരം പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അതുവരെ ഞാൻ വായിച്ചിട്ട് ഞാനതൊന്ന് വെളിപ്പെടുത്തി തരുവാൻ ശ്രമിക്കാം. അവർ എന്നെ വളഞ്ഞു, അതായത് സകല ജാതികളും എന്നെ വളഞ്ഞു. അവർ എന്നെ വളഞ്ഞു, അതായത് നാം വായിക്കുന്ന 10-ാം വാക്യത്തിൽ കാണുന്ന സകല ജാതികളും. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. ഹല്ലേലൂയ. കർത്താവ് അവരെ വന്ന് രക്ഷിക്കുന്ന കാര്യമാണ് നമുക്കവിടെ കാണുന്നത്. അവരെങ്ങനെ വളഞ്ഞു? അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾസി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ അവരെ ഛേദിച്ച് കളയും. ഹല്ലേലൂയ. 13-ാം വാക്യം, ഞാൻ വീഴുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾ പറയുന്നതാണ്. ഞാനെന്ന് അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളെ. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എന്ന് മലയാളത്തിൽ വായിക്കുന്നത് പലരും യഹോവ തള്ളി എന്നുള്ള വാക്കാണ് പറയുന്നത്. അതേ അല്ല, യഹോവയല്ല അവിടെ പറയുന്നത്. അതിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അപ്പൊ നീ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയെ അല്ല. ഹല്ലേലൂയ. പിന്നെ ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. അവരെ ചുറ്റി വളഞ്ഞ 10-ാം വാക്യം മുതൽ 10, 11 വാക്യം 12 വാക്യങ്ങളിൽ കാണുന്ന തേനീച്ച പോലെ അവരെ ചുറ്റി വളഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം സകല ജാതികളെയും ഹല്ലേലൂയ സ്തോത്രം പറ്റിയാണ് നീ എന്നെ തള്ളി, അതായത് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും യഹോവ എന്നെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നീ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം എതിർക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൂടിയിരിക്കുന്ന ജാതികളെ പറ്റിയും എതിർക്രിസ്തുവിനെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ചിലരും തെറ്റായിട്ട് നീ എന്നവിടെ പറയുന്നത് യഹോവ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കളെ തള്ളുവാൻ തക്കവണ്ണം
ശ്രമിച്ച സാത്താന്യ ശക്തികളെ പറ്റിയാണ് അവിടെ പറയുന്നത്. എങ്കിൽ അതിന് രണ്ടാം ഭാഗം പറയുന്നു, യഹോവ എന്നെ സഹായിച്ചു, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹോവയാം ദൈവം ഹല്ലേലൂയ മഹത്വത്തിൽ പ്രത്യക്ഷനായി ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന കാര്യം ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ വരും കാലത്ത് എതിർക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വലങ്കായി ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കായി വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി കർത്താവ് രക്ഷിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും കടന്നു വന്നേ. അതിനുശേഷം ഇന്ന് സന്ധ്യയെങ്കിലെ വചന ശുശ്രൂഷ നമുക്ക് സമാപിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ടു രസിക്കും. എന്നിട്ട് നാം ചിന്തിച്ചതായി 8-9 വാക്യങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റുവളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഇന്നിങ്ങനെ ഹല്ലേലൂയ 13-ാം വാക്യം വരെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ 2 കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കളെ തള്ളി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന എതിർക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താന്റെ കൂടെയുള്ള ആളുകളും നമുക്ക് ഒരു ഭാഗത്തെ കാണുവാൻ സാധിക്കുന്നു. മറുഭാഗത്തെ ഇസ്രയേലിനെ സഹായമായി നിൽക്കുന്ന ആൾക്കാരെ കാണുവാൻ സാധിക്കുന്നു. 7-ാം വാക്യത്തിൽ എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തെ ജാതികളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഹല്ലേലൂയ സ്തോത്രം എതിർക്രിസ്തുവിനോട് കൂടി സാത്താനോട് കൂടി ഇസ്രായേൽ മക്കൾക്ക് എതിരായി വരുന്നവരാണ്. എന്നാൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സഹായത്തിനായി വരുന്നു. ഇസ്രായേൽ മക്കൾക്കെതിരായി യുദ്ധത്തിന് വരുന്ന എതിർക്രിസ്തുവിനെതിരായി യുദ്ധത്തിന് വരുന്നത് കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇസ്രായേൽ മക്കൾ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്ന മഹാപീഡനത്തിൽ അവർ ചിതറിപ്പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് അപ്പവും വെള്ളവുമായി കടന്നു വരുന്ന തേമാദേശക്കാരെ പറ്റി ഇശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇശയ്യാ പ്രവചനത്തിൽ അവർക്ക് അപ്പവും വെള്ളവുമായി ചെല്ലുവീനെന്ന് തേമാദേശക്കാരെ പറ്റി തേമാൻ എന്ന് പറയുന്നത് ഇസ്മായേല്യ സന്തതിയാകുന്നുവെന്ന് ഇശയ്യാ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അഥവാ ഇസ്മായേല്യ തലമുറകൾ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക് സഹായമായി എതിർക്രിസ്തുവിന്റെ കാലത്തെ മാറുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഇശയ്യാ പ്രവചനവും മറ്റ് വേദഭാഗങ്ങളുമൊക്കെ മറ്റ് ചില വേദഭാഗങ്ങളുമുണ്ട്. അവയൊക്കെയും കൊണ്ട് ഹല്ലേലൂയ വേദ പണ്ഡിതാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. അഥവാ ഇന്ന് ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളായിരിക്കുന്ന ഇസ്മായേല്യ വംശക്കാര് ഹല്ലേലൂയ എതിർക്രിസ്തുവിന്റെ കാലത്ത് യെഹെസ്കേൽ പ്രവചനം 38-39 യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം യഹോവയാം ദൈവമാണ് വാസ്തവത്തിൽ ദൈവമെന്നും ഹല്ലേലൂയ യഹൂദന്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ യഹൂദരുമായി ഒറ്റ കൈയായിട്ട് വരികയും ചിതറിപ്പോകുന്ന യഹൂദന്മാരെ
144,000 പേര് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്ന ആളുകളി അന്നത്തെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പോകുന്ന ആളുകളി അവരെയൊക്കെയും അപ്പവും വെള്ളവുമായി സ്വീകരിച്ച് എതിർക്രിസ്തുവിന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ സൂക്ഷിച്ച് അവരെ ഹൈഡ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് തേജസ്സിന്റെ സിംഹാസനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. 31 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് 2 ഗ്രൂപ്പുകളായി വലത്തും ഇടത്തുമായി തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇസ്രയേലിന് സഹായമായി എനിക്ക് വിശന്നു ഈ എളിയവനിൽ ഒരുത്തരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ചിതറിപ്പോയ യഹൂദന്മാരെ പറ്റിയാണ് എന്നാണ് വേദവിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. അപ്പോൾ യഹൂദന്മാരെ സഹായിച്ചതിനോടുള്ള ബന്ധത്തിൽ ഉള്ളവരാണ് വലത്തുള്ളവർ, ദ ഷീപ്പ്. ഇടത്തുള്ളവരെന്ന് പറയുന്നത് ഇസ്രയേലിനെ സഹായിക്കാത്തവരാണ്, ഇസ്രയേലിനെതിരായി വന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ തിരിച്ചിട്ട് അവരെ ഹല്ലേലൂയ 1000 ആണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രവചന ഭാഗങ്ങളൊക്കെ ഞാൻ ഓടിച്ചു അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. മർമ്മമുണ്ട്. ഇശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യത്തിൽ ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളവുമായി ചെല്ലുന്ന തേമാദേശക്കാർ അഥവാ ഇസ്മായേലിയ തലമുറകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിത് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ എടുത്തെടുത്ത് പറയുവാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്നും കടന്നു വന്നതായ സന്ദർഭത്തിൽ അവർക്ക് അപ്പവും വെള്ളവുമായി മോവാബ്യരും അമോന്യരും ചെല്ലാതിരുന്നത് കൊണ്ട് മാത്രമല്ല ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് വേണ്ടിയും വന്നതുകൊണ്ട് അവരെ ശപിക്കപ്പെട്ടവരായി എണ്ണുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നെഹമ്യാവ് അതെടുത്തു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഭാഗം സംഖ്യാപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. എങ്ങനെയാണ് മോവാബ്യരും അമോര്യരും ഒക്കെ വന്നത് എന്ന് എനിക്കൊന്ന് സംഖ്യ 21-ലെങ്ങാണ്ടാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ഇതിനകത്ത് നിന്നും ഈ അതേ വേദഭാഗമാണ് ഇശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിൽ വരുവാനുള്ള പ്രവചന ദൂതായി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ വിവിധ ഭാരങ്ങളാൽ ഞെരുങ്ങി ഓടുന്നവർ അനേകരാണ്, വിവിധ കഷ്ടങ്ങളാൽ ഞെരുങ്ങുന്നവരാകെ അനേകരാണ്. എനിക്കൊരു അഭയസ്ഥാനം ലഭിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഭവനമില്ലാത്ത അനേകരുണ്ട്. മറ്റ് വിവിധമായ കാര്യങ്ങളിൽ ഭക്ഷണമില്ലാത്തവരുണ്ട്. ഇവരെ നാം മറന്നു പോകരുത്. ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളവുമായി, ഹല്ലേലൂയ, വിശന്നിരിക്കുന്നവർക്ക് അപ്പവുമായി ചെല്ലുന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതൊരനുഗ്രഹമായി മാറും. നമ്മുടെ മേൽ അപ്പവും ഹല്ലേലൂയ നമ്മുടെ മേൽ ധനവുമുള്ളപ്പോൾ അത് സഹായിക്കേണ്ടവർക്ക് സഹായിക്കാതിരുന്നാൽ അത് തെറ്റും തന്നെയാണ്. ഈ കാര്യം ഞാൻ ഇവിടെ നിർത്തട്ടെ. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് സഹായമായിരിക്കാം. ദൈവത്തിന്റെ ദയയെ നമുക്ക് ഘോഷിക്കാം. നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. നമുക്കെതിരായി ശത്രു എത്ര വാട കോരിയാലും നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് മതിയായവനാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വർഗസ്ഥലത്ത് ചെല്ലത്തക്കവണ്ണമുള്ള വിശുദ്ധിയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം കേട്ട ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.